ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ എസ് ശ്രീകേഷ്, സ്വാഗതം ആശംസിച്ച പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ പി ആർ പ്രവീൺ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചലച്ചിത്ര താരങ്ങളാണ്. പ്രിയപ്പെട്ട ശ്രീ ജിബിൻ ഗോപിനാഥ്, ട്രഷററായിട്ടുള്ള ശ്രീ വി വിനീഷ് ഉൾപ്പെടെ ഏറെ പ്രിയങ്കരായ മാധ്യമപ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവർ, ഇവിടെ ഇന്ന് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണങ്ങളാണ് നടത്തുന്നത്. ഈ പരിപാടിയിലേക്കാണ് ആദ്യമായി ഈ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയായി ചുമതല ഏറ്റെടുക്കാൻ സാധിച്ചതിന് ശേഷം ആദ്യം പങ്കെടുക്കുന്ന പരിപാടി തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഒരു പരിപാടിയാണ് എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റായിട്ട് പറഞ്ഞു, പിന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയവും ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിപാടികൾക്ക് വിട്ടു നൽകാറുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അപ്പോൾ അതിലൊരു സൗമനസ്യം കാണിക്കണമെന്നാണ് സൂചിപ്പിച്ചത്. എനിക്ക് തിരിച്ച് പറയാനുള്ളത്, നിങ്ങളൊരു വലിയ സൗമനസ്യം എന്നെപ്പോലുള്ള ആളുകളോടും കൂടിയൊക്കെ കാണിക്കേണ്ടി വരും. ഇപ്പോൾ ആദ്യമായി ഒരു പരിപാടിയിൽ, നിങ്ങളുടെ പരിപാടിയിലാണ് വന്ന് പങ്കെടുക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ പോലെയൊക്കെ മുന്നോട്ട് പോകാം. വല്ലാതെ കയറി ആക്രമിച്ചേക്കരുത്, തുടക്കക്കാരനായിട്ടൊന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം വന്നത് ഇവിടേക്കാണല്ലോ. അപ്പോൾ ആദ്യം വന്ന സ്ഥലത്തു നിന്നും വല്ലാത്ത ഒരു സഹായവും പിന്തുണയും പ്രോത്സാഹനമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. നേരത്തെ അദ്ദേഹം സംസാരിച്ചുകൂടെ പറഞ്ഞു, കഴിഞ്ഞ നാലാമത്തെ തവണയാണ് സ്കൂൾ കിറ്റിൻ്റെ വിതരണം നടത്തുന്നത്. അപ്പം ഞാൻ ആ ബാഗൊക്കെ നോക്കി. ഇപ്പം നിങ്ങൾക്കൊക്കെ തരാൻ പോകുന്ന ബാഗുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നല്ല ബാഗാണ്, നല്ല കുടയുണ്ട്, നല്ല പുസ്തകങ്ങളുണ്ട്, ബോക്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വർഷം കൊടുത്ത ഒരാൾ അടുത്ത വർഷം വീണ്ടും പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വീണ്ടും കൊടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും കൊടുക്കുന്നവർ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്കൂൾ പഠനകാലത്ത് എനിക്ക് തോന്നുന്നു എന്നെക്കാളൊക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ എന്നെയൊക്കെ പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് ഇവരുടെയൊക്കെ സ്കൂൾ പഠനകാലത്ത് ഒരു ബാഗ് ഒരു വർഷം ഉപയോഗിച്ചിട്ടുണ്ടാകുക, ഒരു വർഷമായിരിക്കില്ല, ഒന്നിലധികം വർഷമായിരിക്കും ഒരു ബാഗ് ഉപയോഗിച്ചിട്ടുണ്ടാകുക. നമ്മുടെ മുതിർന്ന ചേട്ടന്മാർ പഠിക്കുന്ന പാഠപുസ്തകം, അതിൻ്റെ പുറംചട്ട പോയി, അതിൻ്റെ ഉള്ളിലെ പല പേജുകളും പോയി, കുറച്ചൊക്കെ ഒരു കോപ്പി അടിക്കാൻ വേണ്ടി വെട്ടിയെടുത്തുകൊണ്ടും പോയി. ഇതും കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന നമുക്ക് കിട്ടുന്നത്. അത് പിന്നെയും നമ്മൾ കുറച്ചും കൂടി നമ്മളും കോപ്പി അടിക്കാൻ പറ്റി, പിന്നെ നമ്മളും കൊണ്ടുവന്ന് കീറി പിന്നെയാണ് അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഒരു കാലം നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ അത്ര സൗകര്യങ്ങളില്ലാത്ത സമയത്തും ഇതുപോലെയൊക്കെ പഠനോപകരണ വിതരണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലൊക്കെ നടക്കാതിരുന്നൊരു സമയത്തൊക്കെ തന്നെ പഠിച്ചു വന്ന ഒരുപാട് ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ മുതിർന്ന മാധ്യമപ്രവർത്തകർപ്പെടുന്ന ആളുകളൊക്കെ തന്നെ. ഇന്ന് നമ്മളെല്ലാവരും സ്കൂളിലേക്ക് ബസ്സിലാണ് പോകുന്നത്, അല്ലേ? സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണ്. ഇവിടെയുള്ള നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളൊക്കെ സ്കൂളിലേക്ക് പോയിരുന്നത് കിലോമീറ്ററുകളോളം നടന്നാണ്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കളിച്ച് തിരിച്ച് സംസാരിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. പുല്ലിൽ ചവിട്ടിയൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്, പേര് വിളിച്ച് കളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ തന്നെ ഭയങ്കരമായി ആസ്വദിച്ചാണ് പോയിരുന്നത്. സ്കൂളിൽ ചെന്നിരിക്കുന്ന സമയം മാത്രം അല്പം ആസ്വാദനക്കുറവുള്ളൂ, പഠിക്കേണ്ട കാര്യമുള്ളതുകൊണ്ട്. പോകുന്നതും വരുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് പോകുന്നതും വരുന്നതും ഒട്ടും സുഖകരമല്ലാത്ത രീതിയിലാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു ബസ്സിൽ ഇങ്ങനെ കയറി പോകുന്നു, ഇങ്ങനെ കുറേ വഴികൾ ചുറ്റിക്കറങ്ങി തൊട്ടടുത്ത സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കുറേ വഴികളൊക്കെ ചുറ്റിക്കിറങ്ങി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികളൊന്നും അത്ര ആസ്വദിച്ച് പോകുന്നതായിട്ട് പലപ്പോഴും തോന്നാറില്ല. അവരുടെ നൈസർഗികമായി അവർക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു എനർജി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറില്ല. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ പോയി കളിക്കാനുള്ള കളിയിടങ്ങൾ പോലും ഇല്ലാത്തൊരു സമയമാണ്. അപ്പം എന്നോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ കടന്നു പോകുന്ന സമയങ്ങളിൽ എവിടെ ചെന്നാലും വോട്ട് ചോദിക്കുന്ന സമയത്ത് ചെറിയ പിള്ളേരൊക്കെ പാടത്തും പറമ്പിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അവർ ഉടനെ കൂട്ടമായിട്ട് വന്നിട്ട് പറയും, ഞങ്ങൾക്കൊരു ഫുട്ബോൾ വാങ്ങിത്തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിത്തരണം. പിന്നെ അവരെല്ലാം കൂടി പറയും, ഞങ്ങൾക്കത് കളിക്കാനൊരു സ്ഥലം കൂടി ഉണ്ടാക്കി തരണം, കളിസ്ഥലമില്ല എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കളിസ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കുറേ കുട്ടികളോട് പങ്കെടുക്കുന്നു, മാതാപിതാക്കൾ പങ്കെടുക്കുന്നു, പിന്നെ ഞാൻ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് പറയാം. അപ്പോൾ പൊതുവിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്കൊക്കെ ഇടപെടാനുള്ള പൊതുവായ കളിസ്ഥലങ്ങളില്ലാത്തത് അവരുടെ കായികമായ ക്ഷമതയെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്, അവരുടെ മാനസിക വളർച്ചയെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും കൂട്ടായ്മ രൂപപ്പെടുന്നതിലൊക്കെ തന്നെ അവർക്ക് മെച്ചപ്പെട്ട ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള അവസരങ്ങളില്ലാതെ പോകുന്നുണ്ട്. അതുമാത്രമല്ല, വലിയ രീതിയിൽ ഇവരുടെയൊക്കെ ഈ സ്ക്രീൻ ടൈം കൂടുന്നതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ അതിൻ്റെ അടിമപ്പെട്ടതുപോലെ നടന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അതിനെ അടിമപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളതിൻ്റെ സ്ക്രീൻ ടൈം കൂടുതലായി വന്ന പ്രായം തന്നെ ഒരു 25 വയസ്സിന് മുകളിലേക്കാണ്.
പക്ഷേ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ തന്നെ കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ നോക്കിയാണ് പിന്നെ കാര്യങ്ങൾ നോക്കുന്നത്. എല്ലായ്പ്പോഴും യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ പലപ്പോഴും മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ മൊബൈൽ ഫോണിലേക്ക് ഉള്ളിലേക്കൊക്കെ നോക്കിപ്പോകുന്ന ഒരു തലമുറയെ കേരളത്തിൻ്റെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്നതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഈ തവണ ഈ പുതിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഞാൻ ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് പലപ്പോഴും മാധ്യമപ്രവർത്തകർ പലരും വന്ന് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വകുപ്പിൽ നടത്താൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത്, തലക്കെട്ടിന് വേണ്ടി ഇപ്പോൾ ഒന്നും പറയുന്നില്ല, പേടിച്ചിട്ടാണ് പറയാത്തത്, വേറൊന്നുമല്ല. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരാൾ ഒരു തലക്കെട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കയ്യടിക്ക് വേണ്ടി മെസ്സിനെ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സി വന്നില്ല എന്ന് മാത്രമല്ല, കൊണ്ടുവരാൻ പോയി ആളും പോയി. ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുള്ളിയും പോയി. അപ്പോൾ മെസ്സി വരും എന്ന് ആഘോഷിച്ച് നടന്ന ആളുകൾക്ക് മുമ്പിൽ മെസ്സി ഞങ്ങൾക്ക് അറിയാലോ, ഇഷ്ടമല്ലേ? മെസ്സിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ മുഴുവൻ എങ്ങോട്ട് ഉത്തേജിപ്പിച്ച് നിർത്തി. എന്നിട്ട് എവിടെ മെസ്സി എന്ന് ചോദിക്കുമ്പോൾ പഴയ മലയാള സിനിമയിൽ പിന്നെ ജോഷി ചതിച്ച ആശാനെ എന്ന് പറയുന്നത് പോലെ പറഞ്ഞു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നും വിട്ടു പറയുന്നില്ല. കാരണം ഒരു വാക്ക് വരി വിട്ടു പറഞ്ഞാൽ നിങ്ങളത് എത്ര കൊല്ലം കൊണ്ട് നടന്ന് നമുക്കിട്ട് പണിയെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞത്, പിന്നെ മാറ്റങ്ങളുണ്ടാകും, കുറേയേറെ കാര്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, അതിനുശേഷം സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. മാറ്റത്തിന് കുറച്ച് സമയം കൊടുക്കും. എങ്കിൽ കൂടി കേരളത്തിൻ്റെ ഈ പിന്നെ സ്പോർട്സ് രംഗത്ത്, കായിക രംഗത്ത്, യുവജനക്ഷേമ പ്രവർത്തന രംഗത്തൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കൂ. ഞാൻ പിന്നെ യുവജനക്ഷേമത്തിൻ്റെ മന്ത്രി കൂടിയാണല്ലോ. ഞാൻ യുവജനക്ഷേമ ബോർഡിൻ്റെ കോർഡിനേറ്ററും കൂടിയായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ പിന്നെ ആദ്യമായി യുവജനക്ഷേമ വകുപ്പ് പിന്നെ കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചപ്പോൾ എൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അന്ന് കേരളോത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ യുവജനക്ഷേമ ബോർഡിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് യുവജനക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പദവി വരെ വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന കാലഘട്ടത്തിനിടയിൽ ഭാഗ്യവശാൽ ലഭിക്കുന്നൊരവസരമുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ യൂത്ത് ക്ലബ്ബുകളൊക്കെ ഞങ്ങൾ ആ ഘട്ടത്തിൽ പോലും 10 വർഷങ്ങൾക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് പോലും യുവജന ക്ലബ്ബുകളൊക്കെ ഇനാക്റ്റീവായി തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പന്തുകളി കാണാൻ പോയിരുന്ന, ഇവരുടെ പ്രായത്തിൽ പന്തുകളി കാണാൻ പോയിരുന്ന ഗ്രൗണ്ടിൽ കളി നടത്തിയിരുന്ന ക്ലബ്ബുകൾ ഇന്ന് അതേ ആളുകൾ തന്നെ നിൽക്കുന്നു. പക്ഷേ അവരുടെ പ്രായം കൂടി അവരുടെ പ്രായം 50-ഉം 60-ഉം ഒക്കെയാണ്. പുതിയ ആളുകൾ അതിൻ്റെ നേതൃരംഗത്തേക്കൊക്കെ കടന്നു വരുന്ന ഘട്ടം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടുണ്ടാകുന്നില്ല വെച്ചാൽ പുതിയ ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെടുന്നില്ല, പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നില്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം ഇതിൻ്റെ ക്ലബിൻ്റെ രജിസ്ട്രേഷനിൽ, ക്ലബിൻ്റെ പിന്നെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളിലൊക്കെ തന്നെ ചെറിയൊരു മാറ്റവും വരുത്തി ഇപ്പോഴത്തെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഇവൻറ്റ്സ് കൂടിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു വലിയ ചേഞ്ച് വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പുതിയ തലമുറ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ ഭാഗമാകണമെന്നുള്ള ആഗ്രഹം ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ വരും ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി അതിൻ്റെ കാര്യങ്ങൾ അതിന് ശേഷം പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വലിയ മാറ്റം പൊതുവിൽ നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇപ്പോൾ നടത്തപ്പെടുന്ന പരിപാടികൾ പോലെ തന്നെ പരിപാടികൾ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടൊരു സഹായം ഒരു ഇടപെടൽ എൻ്റെ ഭാഗത്തും കൂടി ഉണ്ടാകും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് പുതിയ തലമുറയെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന പ്രചോദനം കൊടുക്കുന്ന ഒരു പരിപാടികൾ ഉണ്ടാകണം. എന്തെങ്കിലുമൊക്കെ ഞങ്ങളൊരു ചെറിയ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും പ്രഞ്ചേട്ടാ ഞങ്ങളൊരു ചെറിയ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും ഒരു വലിയ വാർത്ത കൊടുത്ത് അതിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനൊരു ശ്രമം കൂടി, സഹായം കൂടി നിങ്ങളുടെ ഭാഗത്തുണ്ട്. ചെറിയ തെറ്റ് വന്നാൽ നിങ്ങൾ എന്തായാലും ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ എത്തിക്കുമല്ലോ. എല്ലാവരും ഇവിടെയുണ്ട്. ഞാനപ്പോൾ പിന്നെ പ്രസ് ക്ലബിൻ്റെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു നടക്കുകയാണ്. ചെറിയൊരു തെറ്റ് വന്നാൽ എന്തായാലും വലിയ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് വെച്ചാൽ അതും ഒരു വലിയ രീതിയിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനവും പിന്തുണയും സഹായിക്കാൻ ഉണ്ടാകണം. തുടക്കക്കാരനാണെന്നുള്ളൊരു ഒരു പരിമിതി, ഒരു പരിഗണനയൊക്കെ നൽകണം എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഈ പഠനോപകരണ വിതരണങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസ് ക്ലബിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.